അതുപോലെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായിട്ട് ജസ്റ്റിൻ സാർ, ഷീന മാഡം, നമ്മുടെ റംല മാഡം, ഇപ്പു കാപ്പു, സിദ്ദീഖ്, അതുപോലെ മുഴുവൻ നമ്മുടെ ക്ലബിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയ്തുള്ള നാട്ടുകാർ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് 79 വർഷം പിന്നിടുകയാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി വാണിരുന്ന വൈദേശിക ആധിപത്യത്തിന്റെ അടിമശകല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് യൂണിയന്റെ ഹൈജാക്ക് പതാക താഴെ ഇറക്കിക്കൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിക്കെട്ടിയിട്ട് ഇന്നേക്ക് 79 വർഷം ഈ രാജ്യം പിന്നിടുകയാണ്. നേരത്തെ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ വിശിഷ്ട വ്യക്തികളൊക്കെ സംസാരിച്ചു. ഒരുപാട് വർഷക്കാലം, നൂറ്റാണ്ടുകളോളം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ, അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഭരിച്ചിരുന്ന മുഗളരും, അതുപോലെ ഖിൽജിയും, ലോധ, സയ്യിദ്, അടിമവംശം പോലുള്ള ഒരുപാട് ഭരണാധികാരികൾ നമ്മെ ഭരിച്ചിരുന്നെങ്കിലും അവരൊക്കെ ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ആളുകളെ പോലെ ഈ രാജ്യത്തിന് വേണ്ടിയായിട്ടാണ് ഭരിച്ചിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈ നാട്ടിലെ നമ്മുടെ പാവങ്ങളുടെ നികുതി പണം പിടിഞ്ഞെടുത്തുകൊണ്ട് അത് കൊണ്ടുപോയി അവരുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും അവരുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി ചെലവഴിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് നമ്മുടെ പൂർവികരെ, അവർ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ല സമരം ചെയ്യുകയും ഈ രാജ്യത്തിന് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അവസാനത്തെ വെള്ളക്കാരനെയും അവരുടെ രാജ്യങ്ങളെ കാട്ടിപ്പായിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. നേരത്തെ ഞാൻ സൂചിപ്പിച്ച് തന്നെയാണ് പറയുന്നത്, നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന വലിയ ഒരു പാതയുണ്ട്. ഈ രാജ്യത്തെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു രാജ്യമായി ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പെഹൽഗാമിലെ പെൻസറൻകാരിയില് മാതൃരാജ്യത്തെ 28 പൗരന്മാര് വെടിയേറ്റ് മരിച്ചപ്പോ ഒരിക്കലും ഒരു രാജ്യത്തെ പൗരന്മാരെ വെടിയേറ്റ് മരിക്കാൻ പാടില്ല. പക്ഷേ അവരെ കൊന്നത് അത് ആരാണെങ്കിലും ആ ശത്രുവിനെ നമ്മൾ തുരത്തണം. പക്ഷെ ആ ശത്രുവിന്റെ മതം നോക്കിയിട്ട്, ആ ശത്രുവിന്റെ പേര് നോക്കിയിട്ട് അവന്റെ മതത്തെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വലിയ ഒരു വേദനാജനകമായ കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞത്, രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷമായിട്ടും ഇപ്പോഴും നമ്മൾ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകേണ്ട ഒരു ഗതിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബഹുസ്വരത, നമ്മളും ഈ നേടിത്തന്ന സ്വാതന്ത്ര്യം ഈ നാട് നിലനിൽക്കുന്നത് വരെ നമ്മളും ജാതിമത വർണ്ണ വർഗ ഭേദമന്യേ ഏകോദര സഹോദരങ്ങളായിട്ട് നമ്മൾക്കൊരു വലിയ ഒരു പൈതൃകമുണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ജീവിത രീതികളും വ്യത്യസ്ത വസ്ത്രങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞു ഓരോ സ്വാതന്ത്ര്യത്തിലും നമുക്ക് നൽകുന്ന ഓരോ സന്ദേശം. അതിലൊന്നാണ് ഇവിടുത്തെ ലഹരിയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പിന്നെ മുൻപ് സംസാരിച്ചവരൊക്കെ സംസാരിച്ചു. ഇനി ഒരു അഫാന്മാരും നമ്മുടെ കേരളത്തിലുണ്ട്
ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു ഷാബാസുമാരും കൊല്ലപ്പെടാൻ പാടില്ല. ഇനി ഒരു ജന്മം നൽകിയ ഒരു മാതാവിന്റെ പൊക്കൽക്കുഴിയിലേക്ക് നാഭിയിലേക്ക് തൊഴിക്കാൻ ഒരു കുട്ടിയുടെ കാലും ഇനി പൊങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം ഫിനിക്സ് ക്ലബ്ബ് വളരെ കൃത്യമായിട്ട്, ഞാൻ ഇവരുടെ പരിപാടിയിൽ തന്നെ 4ാമത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത്, എല്ലാ ആനുകാലിക വിഷയങ്ങളും വളരെ കൃത്യമായി ഇടപെടുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ കുന്നശ്ശേരിയിലെ ഫിനിക്സ് ക്ലബ്ബ്. ആ ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ ഒരു വലിയ സ്വാതന്ത്ര്യ പരിപാടിക്കും അതിലൊരു 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അതിന് അവസരം തന്ന ഭാരവാഹികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.